ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നടപ്പാക്കാൻ കഴിയുന്ന ശുപാർശകളുടെ പരിശോധന അന്തിമഘട്ടത്തിലേക്ക്. നടപ്പാക്കാൻ കഴിയുന്ന ശുപാർശകളിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചർച്ച നടത്തുകയാണ്. നടപ്പാക്കാൻ കഴിയുന്ന 100-ലേറെ ശുപാർശകളാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം നയപരമായ തീരുമാനങ്ങൾ വേണ്ടിവരുന്ന ശുപാർശകളിലും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ നടപ്പാക്കേണ്ടവയിലും വിശദമായ ചർച്ച നടത്തി. ഇവ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പരിഗണനയ്ക്ക് വിടും. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പാക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കമ്മീഷൻ ശുപാർശകൾ അടിയന്തരമായി നടപ്പാക്കുമെന്ന് മന്ത്രി വി. അബ്ദുറഹ്മാൻ നിയമസഭയിൽ അറിയിച്ചിരുന്നു. ജെ.ബി. കോശി കമ്മീഷൻ നൽകിയ 500-ലേറെ ശുപാർശകളിൽ നടപ്പാക്കാൻ കഴിയുന്നവയും നയപരമായ തീരുമാനം ആവശ്യമായി വരുന്നവയും കൂടാതെ നടപ്പാക്കാൻ സാധിക്കാത്തവയും വേർതിരിക്കും. മദ്രസ അധ്യാപകരുടെ മാതൃകയിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നതും നിയമന റൊട്ടേഷനിൽ മാറ്റം വരുത്തണമെന്നതും അടക്കമുള്ള സുപ്രധാന നിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറി തല സമിതി പ്രധാനമായി പരിശോധിച്ചതെന്നാണ് സൂചന. പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനും ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിനും സമർപ്പിച്ചു.